പണ്ട് കാലത്ത് ആളുകൾ ചൂടോടെ എണ്ണയും കുഴമ്പും ഒക്കെ തേച്ച് കുടിച്ച് നല്ല ഒരു ഹെൽത്തി മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് പലർക്കും ഇത് സാധിക്കണം എന്നില്ല. പക്ഷേ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതിനു വേണ്ടി ഒരു ടൈം കണ്ടെത്തൂ എന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ 3 പവർ പോയിന്റ്സിനെ ഒന്ന് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യും. മസാജ് ചെയ്യുന്ന 3 ഏരിയാസിൽ നമ്പർ 1 ആണ് ഹെയർ. അതെ, ഇതിന് ശിരോ അഭ്യംഗം എന്ന ആയുർവേദത്തിൽ പറയുന്നത് കാരണം നിങ്ങളുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവുന്നു. അത് കാരണം ഹെയർ ഫോൾ റിലേറ്റഡ് ഇഷ്യൂസ് സോർട്ട് ഔട്ട് ആവുന്നു. ഹെയർ ഗ്രോത്തിന് ഇത് സപ്പോർട്ടാണ്. പ്രീമച്വർ ഗ്രെയിന് വളരെയധികം സഹായകരമാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസിനും ഇൻസോംനിയ പോലെയുള്ള കണ്ടീഷൻസിനും ഈവൻ ഇൻ മൈഗ്രെയിൻ ആൻഡ് ഇഷ്യൂസിലൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടീഷനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ആയുർവേദിക് ഓയിൽസ് യൂസ് ചെയ്യും. രണ്ടാമത് നിങ്ങൾ മസാജ് ചെയ്യേണ്ട പ്രത്യേക ഏരിയയാണ് നിങ്ങളുടെ ഇയർ ലോബ്സ്. സ്പെസിഫിക്കലി ഇയർ ലോബ്സിൽ മസാജ് ചെയ്യുന്നത് നിങ്ങളുടെ സർക്കുലേഷൻ ഇംപ്രൂവ് ആവുന്നു. സ്ട്രെസ് റിലീവിങ്ങിന് വളരെയധികം സഹായകരമാണ്. ഭയങ്കര കംഫർട്ടിംഗ് ആൻഡ് ഒരു മൈൻഡ് റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. സോ ഇതിനെ നമ്മൾ കർണ അഭ്യംഗം എന്ന് നമുക്ക് പറയാം. ഇനി മൂന്നാമത് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് നിങ്ങളുടെ ഫുഡ് ഏരിയ. ഇതിനെ പാദ അഭ്യംഗം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. കിടക്കുന്നതിന് മുമ്പ് ഡെയിലി 10 to 15 മിനിറ്റ്സ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ആയുർവേദിക് ഓയിൽസ് ചെറു ചൂടാക്കി നിങ്ങളുടെ ഫുഡ് ഏരിയയിൽ അപ്ലൈ ചെയ്യും. ജനറൽ ആയിട്ടുള്ള ഒരു സി കൈൻഡ് ഓഫ് സർക്കുലർ മോഷൻ നിങ്ങൾക്ക് ആ ഭാഗത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഫുഡിൽ ഫുൾ ഒരു കംഫർട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചെറു ചൂട് വെള്ളത്തിൽ കാല് മുക്കിയിട്ട് കിടക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടും ഞരമ്പ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തരിപ്പ്, അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ ഫുഡ് ഹെൽത്തിന് വേണ്ടിയിട്ടും ഡയബറ്റിക് ഫുഡ് കെയറിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്ട്രെസ്, ആൻസൈറ്റി ആൻഡ് സ്പെസിഫിക്കലി നിങ്ങളുടെ ഐസൈറ്റ് ഇംപ്രൂവ്മെന്റ്സിന് ഇത് വളരെയധികം സഹായകരമായിരിക്കും. സോ അറ്റ്ലീസ്റ്റ് ഈ 3 പ്ലേസസിനെങ്കിലും വീക്ക്ലി വൺസ് ഒരു കോൺസെൻട്രേഷൻ ചെയ്ത് നോക്കൂ. യുവർ ബോഡി ഈസ് ഗോയിങ് ടു റെസ്പോണ്ട് ആൻഡ് ലവ് യു ഇൻ റിട്ടേൺ. താങ്ക് യു സോ മച്ച്.